ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലിയിൽ വെഹിക്കിൾ ലോൺ റീപേയ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ സാധാരണ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാറുണ്ട്, അതിൻ്റെ തിരിച്ചടവ് കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ വെഹിക്കിളാണ് നമ്മൾ ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേരിൽ ഒരു അക്കൗണ്ട് നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ലോൺ എടുക്കുന്ന ബാങ്ക് വേറെ ആയിരിക്കും. അപ്പോൾ രണ്ട് ബാങ്കിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു കാറ് പർച്ചേസ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ജേണലിലാണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക. അക്കൗണ്ടിങ് വൗച്ചറിൽ വന്നിട്ട് ജേണൽ വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജേണൽ വൗച്ചർ എടുക്കണു. ഇതിൽ ജേണൽ വൗച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഒരു കാറാണ് എടുക്കുന്നത്. അപ്പോൾ കാർ എന്ന് പറയുന്ന ആ ഫിക്സഡ് അസറ്റിനെ നമ്മൾ കാണിക്കണം. ഏത് കമ്പനിയിൽ നിന്നാണ് നമ്മൾ ആ കാറ് മേടിക്കുന്നത് ആ കമ്പനിയുടെ പേരും വരണം. അപ്പോൾ കാർ എന്നുള്ളത് ഫിക്സഡ് അസറ്റ് ആയിട്ടും കമ്പനിയുടെ നെയിം സൺട്രി ക്രെഡിറ്റർ ആയിട്ടുമാണ് കാണിക്കേണ്ടത്. അപ്പോൾ ജേണൽ എടുത്തു. ജേണൽ എടുത്തതിന് ശേഷം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫിക്സഡ് അസറ്റിനെയാണ്. അപ്പോൾ കമ്പനിയുടെ കാറിൻ്റെ പേര് നമ്മളിവിടെ കൊടുക്കുക. ഓൾട്ട് സി അടിച്ചിട്ട് ഐറ്റത്തിൻ്റെ പേര് നമ്മൾ, അല്ലെങ്കിൽ ആ ഫിക്സഡ് അസറ്റിൻ്റെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അസറ്റിൻ്റെ പേര് കൊടുത്തു. ഇതിൽ ഫിക്സഡ് അസറ്റ് എന്നുള്ളത് കൊടുക്കുക. ഫിക്സഡ് അസറ്റ് സെലക്ട് ചെയ്യുക. ഇനി എത്ര രൂപയ്ക്കാണ് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്തത് എന്നുള്ളത് കൊടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ 12 ലക്ഷം രൂപയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അത് എൻ്റർ ചെയ്യുക. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടത് കമ്പനി നെയിമാണ്. അപ്പോൾ ഓൾട്ട് സി അടിച്ചിട്ട് കമ്പനിയുടെ നെയിം നമ്മൾ കൊടുക്കുക. സൺട്രി ക്രെഡിറ്റർ എന്നുള്ളത് കൊടുക്കുക. ഇനി കമ്പനിയുടെ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മൾ എല്ലാ ഡീറ്റെയിൽസും, ടാക്സ് നമ്പർ അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഒരു ജേണൽ എൻട്രി നമ്മൾ കൊടുത്തു. ഇതിൽ ഓൺ അക്കൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ സേവ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കാറ് പർച്ചേസ് ചെയ്തതായിട്ട് കാണിച്ചു. ജേണൽ എൻട്രിയിലാണ് നമ്മൾ കാറ് പർച്ചേസ് ചെയ്തതായിട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഈ കാറ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് വൗച്ചറിലാണ്. അപ്പോൾ പേയ്മെൻറ്റ് വൗച്ചർ സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് വൗച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്കിൻ്റെ പേര്, അത് SBI ബാങ്ക് എന്നാണ് നമ്മുടെ കമ്പനിയുടെ ബാങ്കിൻ്റെ പേര് വരുന്നത്. അതായത് കമ്പനിക്ക് SBI ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ അതെന്നാണ് നമ്മൾ ഈ കമ്പനിക്ക്, അല്ലെങ്കിൽ ഈ കാറ് കമ്പനിക്ക് നമ്മൾ 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ചെയ്തതിന് ശേഷം ആ കാറിൻ്റെ കമ്പനിയുടെ പേരാണ് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കാറിൻ്റെ കമ്പനി നെയിം നമ്മൾ സെലക്ട് ചെയ്യണു. 1 ലക്ഷം രൂപ ഇവിടെ നമ്മൾ കാണിക്കുക. അതിനുശേഷം ഇതിൽ വന്ന് ഏത് നമ്മുടെ കമ്പനിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട്, അപ്പോൾ അതിൽ നിന്ന് SBI ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. SBI ബാങ്ക് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതിലാണ് നമ്മുടെ ബാലൻസ് ഉള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യണം. ഇതിപ്പോൾ 2-3 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ SBI ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ എൻട്രി ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് നമ്മൾ 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്ക് ഇതിനെ ലോണിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തു, ബാക്കി നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ല. അതിനെ ലോൺ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർ ലോണിന് വേണ്ടി HDFC ബാങ്കിൽ നിന്ന് നമ്മളൊരു ലോൺ എടുക്കുന്നുണ്ട്. അങ്ങനെ ലോൺ എടുക്കുമ്പോൾ കമ്പനിക്ക് ബാക്കി തുക ബാങ്ക് ലോണായിട്ട് നമുക്ക് കിട്ടിയ പൈസ ബാങ്ക് തന്നെ, ആ HDFC ബാങ്ക് തന്നെ കമ്പനിക്ക് കൊടുക്കും. എന്നിട്ട് ആ അക്കൗണ്ട് ക്ലിയർ ചെയ്യും. പിന്നീട് നമ്മൾ HDFC ബാങ്കിൽ ലോണ് അടച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ അടുത്തൊരു എൻട്രി ചെയ്യുന്നത് നമ്മൾ ഈ ലോണിനെ കൺവേർട്ട് ചെയ്ത് മാറ്റണം. ഈ ലോണിനെ, അതായത് HDFC ബാങ്കിൽ നിന്ന് എടുക്കുന്ന കാർ ലോണിനെ ആ ഹുണ്ടായി കാർ കമ്പനിക്ക് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തതായിട്ട് നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ജേണൽ എന്ന് പറയുന്ന വൗച്ചർ സെലക്ട് ചെയ്യുക. ജേണൽ വൗച്ചർ എടുത്തതിന് ശേഷം
ഇതിൽ വന്ന് നമ്മൾ കമ്പനി നെയിം സെലക്ട് ചെയ്യുക. കമ്പനി നെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ബാക്കി കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 1 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബാക്കി എമൗണ്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് കൊടുക്കണമെന്ന് വേണം. നമ്മൾ HDFC ബാങ്കിൽ നിന്ന് എടുക്കുന്ന കാർ ലോണാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ Alt+C അടിച്ചിട്ട് HDFC കാർ ലോൺ എന്നുള്ളത് കൊടുക്കുക. ഇവിടുന്ന് സെക്യൂർഡ് ലോൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ഇതിനെ നമ്മൾ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹുണ്ടായി കമ്പനിക്ക് നമ്മുടെ കാർ ലോൺ എടുത്ത് ആ എമൗണ്ട് പെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹുണ്ടായി കാർ കമ്പനി എന്നുള്ളതിൻ്റെ കറണ്ട് ബാലൻസ് 0 ആയി. കാരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കുള്ളത് HDFC കാർ ലോണിൽ HDFC ബാങ്കിൽ ഒരു 11 ലക്ഷം രൂപയുടെ ലയബിലിറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവർക്കാണ് നമ്മൾ പേയ്മെൻറ്റ് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ സേവ് ചെയ്തു. ഇനി ചെയ്യുന്നത് ഫസ്റ്റ് പേയ്മെൻറ്റ് വരികയാണ്. കാർ ലോണിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് വരികയാണ്. അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ വീണ്ടും പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഓരോന്നും ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഡേറ്റ് അനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ ഇപ്പോൾ ഡേറ്റ് എഡ്യൂക്കേഷണൽ മോഡ് ആയതുകൊണ്ട് നമുക്ക് ഡേറ്റ് ചേഞ്ച് ആവുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഡേറ്റ് കൊടുക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് പേയ്മെൻറ്റിൽ ഈ HDFC ബാങ്കിന് നമ്മൾ ലോണ് കൊടുത്തതായിട്ട് തിരിച്ചടവ് ചെയ്തതായിട്ട് നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇവിടുന്ന് ആ HDFC ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് സെലക്ട് ചെയ്യണം. കാർ ലോണ് സെലക്ട് ചെയ്യുക. എത്ര രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1 ലക്ഷം രൂപ നമ്മൾ ഇപ്പോൾ അടയ്ക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ നമ്മൾ അടച്ചു. ഇനിയുള്ളത് ഇവിടെ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ കാണിക്കണം. ആ ഇൻട്രസ്റ്റ് ഓൺ കാർ ലോൺ എന്നുള്ളതും കൂടെ നമുക്ക് ഇവിടെ വരണം. അതിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോഴാണ് ടോട്ടൽ എമൗണ്ട് വരുള്ളൂ. അപ്പോൾ വീണ്ടും ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ മാറ്റി ബൈ എന്നുള്ളത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് അതിനെയും കൂടെ ഡെബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ കാർ ലോൺ എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യുക. Alt+C എടുക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളത് കൊടുക്കുക. ഇനി എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് വരുന്നത്? ഞാനൊരു ഏകദേശം എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര രൂപ വരണമെന്നുള്ളത് ഇവിടെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കൂടെ കാണിക്കണം. അതിനുശേഷം ഇനി നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബാങ്കിനെയാണ്. ഏത് ബാങ്കിൽ നിന്നാണ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത്? SBI ബാങ്ക് വഴിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ എമൗണ്ട് ഇവിടെ കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ സേവ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ വെഹിക്കിൾ ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ റീപേയ്മെൻറ്റ് വരിക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.